95% ഹാർട്ട് ബീറ്റ്, അതായത് ഹൃദയമിടിപ്പാണ് ലഭിച്ചതെന്ന ഒരു രീതിയിലെ സ്ഥിരീകരണം തന്നെയാണ് ഇവിടുന്ന് ലഭിക്കുന്നത്. പക്ഷേ എന്താണ് മണ്ണിനടിയിൽ ഉള്ളത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും അവ്യക്തമാണ്. കുറച്ചു നേരത്തിലധികമായി ഇവർ ഇവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. JCBയും NDRFിലെ ആളുകളും അടക്കം വളരെ കൗതുകജനകമായ രീതിയിൽ ആളുകൾക്ക് ഒരു പരിധിവരെ പ്രത്യാശ നൽകുന്ന ഒരു വാർത്ത, ഒരു ശുഭകരമായ പര്യവസാനത്തിലേക്ക് എത്തും എന്നാണ് നമുക്ക് ദിവസങ്ങളായി ഈ ഉരുൾപൊട്ടൽ നടന്ന് ഇതിനുശേഷവും കണ്ടെത്തിയത് അവിശ്വസനീയമാണ് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇപ്പോഴും തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. അവിടുന്ന് മണ്ണ് നീക്കം ചെയ്യുന്ന രംഗങ്ങൾ, ആഴത്തിൽ ആ ഭാഗം കുഴിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് കാണാൻ കഴിയുന്നത്. 95% സിഗ്നൽ ആ സ്ഥലത്ത് നിന്ന് ലഭിച്ചു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര അധികം സന്നാഹങ്ങളുമായി ആ സ്ഥലത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. പട്ടാളത്തിന്റെയും ഒപ്പം NDRFിന്റെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരും അടക്കമുള്ള എല്ലാ ആളുകളും അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു. തികച്ചും പ്രത്യാശാഭരിതമായ ഒരു സിഗ്നലാണ് ലഭിച്ചത്. ആ സിഗ്നലിൽ നിന്നും എന്താണ് പുറത്തു വരാൻ പോകുന്നത് എന്ന ഒരു ആകാംക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നു. പരിശോധന ആ സ്ഥലത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു വെള്ളമൊഴുകുന്ന ഒരു ചാൽ പോലെയുള്ള ഒരു സ്ഥലം, അവിടെയാണ് പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചാലിന്റെ ഒരു ഭാഗം, 2 ഭാഗം ആണ്, ആ ഒരു ഓടയാണ്, വെള്ളം ഒഴുകുന്ന ഓട പോലുള്ള ഒരു സാഹചര്യം. അവിടെയാണ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഓടയിൽ നിന്നും ആ താഴേക്ക് വെള്ളം ഒഴുകുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ വെള്ളം ഇപ്പോൾ പൊക്കി മണ്ണുമാന്തി യന്ത്രത്തിന് പൊക്കി പുറത്തേക്ക് എടുക്കുന്നു. അത് ഒരു ഇടത്തേക്ക് ഇട്ട ശേഷം വിശദമായ പരിശോധനകൾ നടത്തും. അതിനുള്ള ഒരുക്കങ്ങളാണ്. ഓരോ തവണ കോരുമ്പോഴും ആളുകൾ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ആ മണ്ണുമാന്തി യന്ത്രത്തിന്റെ ബക്കറ്റിലേക്ക് നോക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. വളരെ ജാഗരൂകരായ കണ്ണുകളോടുകൂടി ആളുകൾ അതിൽ നോക്കി നിൽക്കുന്ന, അതിൽ മുഴുകി ഈ കൃത്യം ചെയ്യുന്ന കാഴ്ച കാണാൻ കഴിയും. ഒരു വിലപ്പെട്ട ജീവനാണ് ലഭിക്കുന്നതെങ്കിൽ അത് ഈ ദുരന്തബാധിത ഭൂമിയിൽ നിന്നുള്ള ഏറ്റവും പ്രത്യാശാഭരിതമായ കാര്യമായി മാറും. കാരണം ഇത്രയധികം ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഉരുൾപൊട്ടലുണ്ടായിട്ട്, ഇത്രയധികം ദിവസങ്ങൾ തെരച്ചിൽ നീളുകയും ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഇത്തരമൊരു തുടിപ്പ് ലഭിച്ചത് തന്നെ പോസിറ്റീവായ സതീഷ് കുമാറാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നമ്മളുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. മുണ്ടക്കയിലാണ് തെർമൽ ഇമേജ് റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ ഒരു സിഗ്നൽ ലഭിച്ചിട്ടുള്ളത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സിഗ്നലാണ് ലഭിച്ചിട്ടുള്ളത്. അവിടെ ഒരു ജീവന്റെ തുടിപ്പ് നമുക്ക് പ്രേക്ഷകർക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഒരു കലുങ്ക് അല്ലെങ്കിൽ കനാലിന് സമാനമായ ഒരു സ്ഥലത്താണ് ഈ ഒരു ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്നതായിട്ടുള്ള സിഗ്നൽ ലഭിച്ചത്. അവിടെ ഇപ്പോൾ JCB ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റിക്കൊണ്ടുള്ള പരിശോധന ആണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 95% ഹാർട്ട് ബീറ്റ് അവിടെ നിന്ന് ലഭിച്ചിരുന്നു, ആ സിഗ്നലിൽ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഒരു ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്നു എന്നുള്ളത് നമുക്ക് നിസ്സംശയം ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. ഈ തെർമൽ ഇമേജ് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ശ്വാസം, അനക്കം തുടങ്ങിയവയൊക്കെ നമുക്ക് ഈ റഡാറിൽ വ്യക്തമാകുന്നതാണ്. ഹേർട്ട് ബീറ്റ് വ്യക്തമായിട്ടുണ്ട് എന്നുള്ളതാണ്. 95% ഹാർട്ട് ബീറ്റ് ഉള്ള ജീവനുള്ള ഒരു ജീവൻ അവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അതൊരു മനുഷ്യനാണോ മൃഗമാണോ എന്നുള്ളതൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു വാർത്ത, ഒരു വിലപ്പെട്ട ജീവൻ അത് തിരികെ നമ്മൾക്കിടയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഉള്ളത്. ആ കാത്തിരിപ്പിലാണ് നമ്മളുള്ളത്. ആ പോസിറ്റീവായിട്ടുള്ള വാർത്ത ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നമ്മളിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അവിടെ ഏറ്റവും വിദഗ്ധ സംഘം അവിടേക്ക് എത്തിയിട്ടുണ്ട്. NDRFിന്റെയും സൈന്യത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അവിടെ ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചെളി മൂടിക്കിടക്കുന്ന മണ്ണിനടിയിൽ ഒരു ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്നുണ്ട്. ഓർക്കുക, 4 ദിവസം പിന്നിട്ടിരിക്കുന്നു ഈ മണ്ണിടിച്ചിൽ ദുരന്തം ഉണ്ടായിട്ട്. 4-ാം ദിവസം
നിർണായകമായ ഊർജിതമായ തെരച്ചിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് നമുക്ക് ഈ ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്നു എന്നുള്ള ഒരു സിഗ്നൽ ലഭിക്കുന്നത്. ഇത് പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ ഈ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടന്നിരുന്നു. മുണ്ടക്കയിൽ ഈ ഭാഗത്ത് നിന്നാണ് ഒരു ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്നു എന്നുള്ള തരത്തിലുള്ള സിഗ്നൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെ എല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകുന്നേരമായിട്ടുണ്ട്, 6 മണിയോടുകൂടി അടുക്കുന്നു. ഈ ഒരു 5 മണി കഴിഞ്ഞ ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനമൊക്കെ അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഓരോരോ സംഘങ്ങളായി രക്ഷാപ്രവർത്തകർ തിരികെ മടങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് ഏറ്റവും പോസിറ്റീവായ പ്രതീക്ഷ നൽകുന്ന ആ ഒരു സിഗ്നൽ ലഭിച്ചു എന്നുള്ള വാർത്ത എത്തിയത്. അതിന് പിന്നാലെ തന്നെ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള സംഘങ്ങളെല്ലാം അവിടേക്ക് ഇരച്ചെത്തുകയായിരുന്നു. മടങ്ങിപ്പോയവരെല്ലാം വണ്ടികളിൽ തിരികെ ഈ സ്ഥലത്തേക്ക് എത്തുന്നതൊക്കെ നേരത്തെ നമ്മൾ അനീഷ് ദൃശ്യങ്ങളിൽ കാണിച്ചു തന്നതുമാണ്. ആ സ്ഥലത്ത് ഇപ്പോൾ ഏറ്റവും മികച്ച ടീം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. NDRFന്റെയും സൈന്യത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ പരിശോധന പുരോഗമിക്കുന്നു. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് അവിടെ പുരോഗമിക്കുന്നത്. മണ്ണുമാന്തി മാറ്റുകയാണ്. ആ മണ്ണിനടിയിൽ ജീവന്റെ തുടിപ്പുണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. MS അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, എന്താണ് ഈ നിലവിലത്തെ സാഹചര്യം? എന്താണ് അധികൃതർ പറയുന്നത്? അവിടേക്ക് ഇപ്പോൾ 2 വാളണ്ടിയർമാർ ഇറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. JCBയുടെ ബക്കറ്റിൽ ഏറിയാണ് അവർ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ തുരങ്കത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ ഓടയ്ക്കുള്ളിൽ എന്താണ് എന്ന് പരിശോധിക്കുക തന്നെയാണ് അവരുടെ ലക്ഷ്യം. 3 വാളണ്ടിയർമാർ സന്നദ്ധ പ്രവർത്തകരായി രംഗത്തെത്തിയ 3 സന്നദ്ധ പ്രവർത്തകരാണ് ആ തുരങ്കത്തിനുള്ളിലേക്ക് ഇറങ്ങി അകത്ത് കയറി പരിശോധന നടത്താൻ ഒരുങ്ങുന്നത്. ആദ്യം ആ ഭാഗത്തെ മണ്ണ് കുറെ അധികം നീക്കം ചെയ്തിരുന്നു. കല്ലുകളൊക്കെ അവിടുന്ന് മാറ്റുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതിനുശേഷമാണ് നേരിട്ടിറങ്ങി ഒരു ഫിസിക്കലായ പരിശോധന, ഈ യന്ത്രം ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്ക് അപ്പുറം ഒരു ഫിസിക്കലായ പരിശോധന അവിടെ നടത്തുന്നു. മറുവശത്ത് ആ ഭാഗത്തു നിന്നും ഉള്ള ഓട അടഞ്ഞിരിക്കുന്ന ഭാഗം മറ്റൊരു സന്നദ്ധ സംഘടനാ പ്രവർത്തകരും തെളിക്കുന്ന കാഴ്ചകൾ കാണാം. ഇങ്ങനെയാണ് കൈയും മെയ്യും മറന്നാണ് ഈ ദുരന്ത ഭൂമിയിൽ സന്നദ്ധ പ്രവർത്തകർ, ചെറുപ്പക്കാർ, പരിചയസമ്പന്നരായ ആളുകളെല്ലാം ഇടപെടുന്നത്. അവരുടെയൊക്കെ ഒരു നിസ്വാർത്ഥമായ സേവനമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ ഈ ദുരന്ത ഭൂമിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും. അത്തരത്തിലെ ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യുവജന സംഘടനാ പ്രവർത്തകർ, യൂത്ത് ബ്രിഗേഡിൽ അംഗങ്ങളായിരിക്കുന്ന ആളുകൾ ഇറങ്ങുന്നു. അവർ JCBയുടെ ബക്കറ്റിനുള്ളിൽ കയറിയാണ് താഴേക്ക് ഇറങ്ങിയത്. അതിനുശേഷം ആ ഓട പുറത്തേക്ക് വരുന്ന അകത്തേക്ക് അവർ പ്രവേശിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. എന്തായാലും ഉദ്വേഗജനകമായ രംഗങ്ങളാണ്. ഈ ജീവന്റെ തുടിപ്പ് ലഭിച്ചത്, ആ ഹാർട്ട് ബീറ്റ് ലഭിച്ചത് ഒരു ജീവനായിരിക്കുമോ എന്ന ഒരു പരിശോധന. ആ ഓടയ്ക്കുള്ളിലേക്ക് ഒരു പ്രവർത്തകൻ കയറിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കയ്യിൽ ഗ്ലൗസുകളൊക്കെ അണിഞ്ഞ് വെള്ളം ശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറു തുരങ്കത്തിലേക്ക്, ഒരു ഓടയ്ക്കകത്തേക്ക്, ആ വഴി മധ്യത്തിലെ ഓടയാണ് അതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ യുവാവ് അതിനകത്തേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്താണ് അവിടെ നിന്ന് ലഭിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ലഭിക്കുമോ എന്നതാണ് അറിയേണ്ടതുണ്ട്. എന്തായാലും ഉരുൾപൊട്ടലിന്റെ ഭാഗമായുള്ള വലിയ പാറക്കഷ്ണങ്ങളും മറ്റുമൊക്കെ അതിനകത്ത്, ആ ഓടയ്ക്കകത്ത് കാണാൻ നമുക്ക് എത്രത്തോളം ദുഷ്കരമാണ് ആ ദൗത്യം എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതാണ്. കാരണം അത്രത്തോളം മണ്ണും ചെളിയും പാറക്കഷ്ണങ്ങളും എല്ലാം കുമിഞ്ഞു കൂടിയിട്ടുണ്ട് ആ കലുങ്കിനടിയിൽ. അവിടെയാണ് ഈ ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്നത്. അത് അവിടേക്കാണ് എത്തേണ്ടത്. അതിന് ഒരുപാട് പ്രയാസപ്പെടും എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ദുഷ്കരമായ ഒരു രക്ഷാപ്രവർത്തനം തന്നെയായിരിക്കും. എത്രത്തോളം ആഴത്തിലാകാം ഇതുണ്ടാവുക എന്നുള്ളത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ, ലഭിക്കുന്നുണ്ടോ? അതിന്റെ ഈ ആഴത്തെ പറ്റിയുള്ള വിവരങ്ങളില്ല. ശതമാനം, അതായത് ഇത്ര ശതമാനം ഹാർട്ട് ബീറ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ്. കാരണം അങ്ങനെ ഒരു കൃത്യമായ ഹൃദയ വെടിപ്പ്, ഹാർട്ട് ബീറ്റ് ലഭിച്ചതുകൊണ്ടാണ് ഇത്ര അധികം സന്നാഹങ്ങളോടെ ഈ മേഖലയിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നത്. കാരണം നമുക്കറിയാം, മറ്റിടങ്ങളിലെ പരിശോധനകളൊക്കെ മുണ്ടക്കൈ ഭാഗത്ത് നേരത്തെ തന്നെ അവസാനിപ്പിച്ചിരുന്നു. നമ്മൾ ഈ സ്ഥലത്തേക്ക് നടന്നു കയറുകയാണ് ചെയ്തത്. കാരണം ഇവിടെ നിന്നുള്ള വാഹനങ്ങളൊക്കെ പുറത്തേക്ക് പോന്നു കഴിഞ്ഞു. പുതിയ ആളുകൾ മുകളിലേക്ക് വരുന്നുമുണ്ടായിരുന്നില്ല. പക്ഷേ ആ സമയത്താണ് ഈ ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഇവിടെ നിന്ന് വീണ്ടും ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രമാത്രം
ഗൗരവതരമാണ് ഈ പ്രവൃത്തിയെന്ന് മനസ്സിലാക്കാൻ കഴിയും. എത്രമാത്രം വിശ്വാസയോഗ്യമായ ഒരു സിഗ്നലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ആ യൂത്ത് ബ്രിഗേഡ്, ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകർ ആ തുരങ്കത്തിനുള്ളിലേക്ക്, ആ ഓടയ്ക്കുള്ളിലേക്ക് കയറിയിരിക്കുന്നു. അവർ ഈ JCBയുടെ മണ്ണുമാന്തി യന്ത്രത്തിന്റെ ബക്കറ്റിനുള്ളിൽ കയറിയാണ് താഴേക്കിറങ്ങിയത്. 3 പേരാണ് ആ തുരങ്കത്തിന്റെ ഒരു ഭാഗത്തുള്ളത്. മറുവശത്തും ആളുകൾ കയറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ അതിനുള്ളിൽ നിന്നുള്ള കല്ലുകളും ചെളിയും മറ്റുമൊക്കെ ാണ്. നമുക്കറിയാം, ഈ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ വലിയ തോതിലാണ് മണ്ണും ചെളിയും മരങ്ങളും എല്ലാം ഒഴുകി താഴത്തെ ഇടങ്ങളിലേക്ക്, താഴ്വാരത്തിലേക്ക് പോവുകയും അവിടെ വലിയ നാശം വിതയ്ക്കുകയും ചെയ്ത് കഷ്ണങ്ങൾ ഓരോന്നായി ആ ഉള്ളിൽ നിന്ന് പെറുക്കി മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എത്രമാത്രം അടഞ്ഞായിരുന്നു ആ ഓടയ്ക്ക് അകവശം ഉണ്ടായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ മുണ്ടക്കൈ എസ്റ്റേറ്റിലൂടെ ആളുകൾ പോയിക്കൊണ്ടിരുന്ന ഒരു വഴിയാണ്. ആ വഴിയിൽ അഴുക്കുചാൽ അല്ലെങ്കിൽ ആ മഴവെള്ളം മുകളിൽ നിന്ന് വരുമ്പോൾ അത് താഴേക്ക് ഒഴുകിപ്പോകുന്നതിനുള്ള ഒരു ചാലാണ്, ഒരു കലുങ്കാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ യുവാവ് പൂർണ്ണമായും ആ കലുങ്കിനുള്ളിലേക്ക് കടന്നിരിക്കുന്നു. അതിനുള്ളിലുള്ള കോൺക്രീറ്റ് കഷ്ണങ്ങളും മണ്ണും ചെളിയും എല്ലാം പുറത്തേക്ക് ഒരു കൈക്കോട്ട് ഉപയോഗിച്ച് വടിച്ചു നീക്കുന്ന കാഴ്ച, അത് പുറത്ത് നിന്നും മാറ്റുന്ന കാഴ്ച. എത്ര സേവന പ്രതിബദ്ധരായ ആളുകളാണ് ഈ ഉരുൾപൊട്ടൽ ഭൂമിയിൽ നമ്മളെ സഹായിക്കാനായി എത്തിയിട്ടുള്ളതെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇരിക്കുന്നത്. ഒരു വശത്ത് ജാഗരൂകരായി ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചിരിക്കുന്നു. NDRFും സൈന്യവും പോലീസും ഒക്കെ ഉള്ള ആളുകൾ ഒരു വശത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. മറുവശത്ത് താഴെ എന്താണ് ഉള്ളതെന്നുള്ള ആകാംക്ഷയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന JCB ഓപ്പറേറ്റർമാർ, ഇത് ഏത് സഹായം ചെയ്യാൻ സന്നദ്ധരായി ഇരുവശത്തുമായി നിൽക്കുന്ന മറ്റ് സന്നദ്ധ പ്രവർത്തകർ, ഒപ്പം ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം ചേർന്ന ഒരു വലിയ മാതൃക സൃഷ്ടിക്കുന്നു. ഒരു ജീവന്റെ തുടിപ്പിന് വേണ്ടിയുള്ള ഒരു തെരച്ചിൽ. ഒരാളെയെങ്കിലും ഈ ഉരുൾപൊട്ടൽ ഭൂമിയിൽ നിന്നും ഒരു തുടിപ്പുമെങ്കിലും ആയി രക്ഷപ്പെടുത്താൻ കഴിയണമേ എന്ന ആഗ്രഹമാണ്, പ്രത്യാശയാണ് അവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പങ്കുവച്ചത്. എന്തായാലും അതിന്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ ഈ ദുരന്ത ഭൂമിയിൽ നിന്നും ഒരു ജീവന്റെ തുടിപ്പിനായുള്ള സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താവും ഇതിനടിയിൽ ഉണ്ടാവുക? ജീവനുണ്ടാകുമോ, അതോ ജീവന്റെ തുടിപ്പുണ്ടാകുമോ, മനുഷ്യനാകുമോ, മറ്റ് ജന്തുക്കളാവുമോ എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം ആണെങ്കിൽ പോലും ഒരു തുടിപ്പുണ്ടെന്ന പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തെരച്ചിൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും MS അനീഷ് കുമാറാണ് സ്ഥലത്ത് നിന്നുള്ള വിവരങ്ങൾ നമ്മളുമായി പങ്കുവെക്കുന്നത്. ഒരു ജീവനുണ്ട് ആ മണ്ണിനടിയിൽ, അത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. 95% ഹാർട്ട് ബീറ്റും സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശ്വാസവും അനക്കവും ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന റഡാർ ഉപയോഗിച്ചാണ് ആ ഒരു ജീവന്റെ തുടിപ്പിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ആ കലിങ്കിനടിയിൽ ഒരു ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്നു എന്നുള്ളതാണ് അധികൃതർ സ്ഥിരീകരിക്കുന്നത്. ഈ ഘട്ടത്തിൽ അവിടെ ഏറ്റവും സൂക്ഷ്മമായ രീതിയിൽ വളരെ വൈദഗ്ധ്യത്തോടു കൂടിയിട്ട് തന്നെ അവിടെ പരിശോധന തുടരുകയാണ്. NDRFന്റെയും സേനയുടെയും ഒക്കെ നേതൃത്വത്തിലാണ് അവിടെ ഇപ്പോൾ പരിശോധന നടക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, മണ്ണും ചെളിയും കല്ലുകളും എല്ലാം അടിഞ്ഞു കൂടിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ എത്രത്തോളം ആഴത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമാണ് ആ ജീവൻ നമുക്ക് തിരികെ ലഭിക്കുകയുള്ളൂ, ആ ജീവനെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് നമുക്കറിയില്ല. അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതൊരു മനുഷ്യനാണോ മൃഗമാണോ എന്നുള്ളതൊക്കെ ഈ ഘട്ടത്തിൽ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ നടന്ന തെരച്ചിലില്, രക്ഷാദൌത്യത്തിലൊക്കെ ഏറെ പ്രതീക്ഷ നൽകുന്ന ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം അത് ഇതാണ് എന്ന് പറയാൻ കഴിയും. കാരണം ഇവിടെ ഒരു ജീവന്റെ തുടിപ്പ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷ നമ്മളുമായി പങ്കുവെക്കുമ്പോൾ, ആ പ്രതീക്ഷ നമുക്ക് മുമ്പിലുള്ള അത് തുറന്നു വെക്കുന്ന പ്രതീക്ഷകൾ അത് വലുതാണ്. കാരണം മറ്റ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും പാറക്കൂട്ടങ്ങൾക്കിടയിലും ഒക്കെ ഇനിയും ഒരുപാട് ജീവനുകൾ ഉണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷ കൂടിയാണ് നമുക്ക് മുന്നിലേക്ക് തുറന്നു വെക്കുന്നത്. അനീഷ്, ഏറ്റവും സൂക്ഷ്മമായ രീതിയിൽ വേണം അവിടെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ തെരച്ചിൽ നടത്താൻ. ഒരു JCB ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തുന്നത് എങ്കിൽ പോലും ആ ജീവൻ ഒരു പോറൽ പോലും ഏൽക്കാതെ പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. ആ ജീവന്റെ തുടിപ്പ് നമ്മൾക്ക് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ വളരെ സൂക്ഷ്മതയോടെ നടക്കുന്ന ഒരു പരിശോധന അല്ലേ? തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ആ സന്നദ്ധ പ്രവർത്തകർ അവിടേക്ക് ഇറങ്ങി തന്നെ പരിശോധന നടത്തുന്നത്. കാരണം യന്ത്ര ഉപകരണങ്ങൾ അതിലേക്ക് നടത്തിയാൽ ഒരു ജീവനില്ലാത്ത പരിശോധന നടത്താമെങ്കിൽ, പക്ഷേ ഒരു ജീവന് വേണ്ടിയുള്ള തെരച്ചിലായതുകൊണ്ട് തന്നെയാണ് അങ്ങേയറ്റം ശ്രദ്ധയോടെ കൃത്യമായ രീതിയിൽ തന്നെ അത് നടത്തുന്നത്. ഉദ്യോഗസ്ഥരൊക്കെ ചില നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. കാരണം അത്ര ഗൗരവമുള്ള ഒരു പരിശോധനയാണ് ഇവിടെ നടക്കുന്നത് എന്നത് തന്നെയാണ്
മനസ്സിലാക്കാൻ കഴിയുന്നത്. മുകളിൽ ഒരു കയർ കെട്ടി ചില കാര്യങ്ങൾ അവിടെ നിന്നും വലിച്ചു നീക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഒരു കയർ വലിച്ച് മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ആ കയർ മുകളിലേക്ക് വലിക്കുന്നതിനുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. അതിനുള്ള ശ്രമം ഒരു വശത്തു നിന്നുണ്ട്. സന്നദ്ധ പ്രവർത്തകർ എന്തും ചെയ്യാൻ സന്നദ്ധരായി നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ച, അവർ മുകളിലേക്ക് ആ കയർ വലിക്കാൻ നിൽക്കുന്ന ഒരു കാഴ്ച, ഇത് രണ്ടും നമുക്ക് രണ്ട് വശത്തും കാണാൻ കഴിയും. ഒരു വശത്ത് ഒരു കൂട്ടം പ്രവർത്തകർ, സന്നദ്ധ സേനാംഗങ്ങൾ ഈ ഓടയ്ക്കുള്ളിലേക്ക്, ഈ കലുങ്കിനടിയിലേക്ക് പോകുമ്പോൾ മറുവശത്ത് ഒരു പറ്റം ആളുകൾ മറുവശത്ത് കയറിയിരിക്കുന്നു. അവർ അവിടെ തെരച്ചിൽ നടത്തുന്നതിനുള്ള ഒരു നീക്കം നടത്തുന്നു. ഇങ്ങനെ രണ്ട് വശത്തും ഈ കലുങ്കിന്റെ രണ്ട് മുഖഭാവങ്ങളിലും അവർ തെരച്ചിൽ നടത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഏറ്റവും സൂക്ഷ്മമായ രീതിയിൽ വൈദഗ്ധ്യത്തോടുകൂടി തന്നെ അവിടെ പരിശോധന പുരോഗമിക്കുകയാണ്. അവിടെ ഒരു ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്നു എന്നുള്ള സിഗ്നൽ ലഭിച്ചതിന് പിന്നാലെയാണ് ആ കലിങ്കിനടിയിൽ ഇത്തരത്തിൽ ഊർജിതമായുള്ള പരിശോധന തുടങ്ങിയിരിക്കുന്നത്. NDRFന്റെയും സേനയുടെയും ഒക്കെ നേതൃത്വത്തിൽ അവിടെ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണും ചെളിയും കല്ലും ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് അതൊക്കെ സൂക്ഷ്മതയോടെ മാറ്റിയ ശേഷം മാത്രം വേണം ആ ജീവനെ നമുക്ക് തിരികെ എത്തിക്കാൻ, ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. ഒരു പോറൽ പോലും ഏൽക്കാതെ ആ ജീവൻ തിരികെ ലഭിക്കേണ്ടതുണ്ട്. അത്രത്തോളം സൂക്ഷ്മതയോടെ കൂടിയാണ് അവിടെ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ വൈകുന്നേരമായപ്പോൾ ഈ സംഘാംഗങ്ങളെല്ലാം പരിശോധന അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചുകൊണ്ട് മടങ്ങിയതാണ്. ഏറ്റവും അവസാന നിമിഷത്തിലാണ് ഇത്തരത്തിലൊരു റഡാർ സിഗ്നൽ ലഭിച്ച വിവരം എത്തുന്നത്. പുഞ്ചിരിമട്ടത്തും ചൂരൽമലയിലും മുണ്ടക്കയിലും എല്ലാം ഇത്തരത്തിൽ റഡാർ സിഗ്നൽ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടന്നതാണ്. തെർമൽ ഇമേജ് റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജീവന്റെ തുടിപ്പ് എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഒരു ശ്വാസം, ഒരനക്കം, നെഞ്ചിടിപ്പൊക്കെ തന്നെയും ഡിറ്റക്ട് ചെയ്യാൻ കഴിയും ഈ ഒരു റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ.